സൂക്ഷ്മദർശിനി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ദൃശ്യം മാറി നിൽക്കും. അജാതി ട്വിസ്റ്റ്, അജാതി ക്ലൈമാക്സ്. എനിക്ക് തോന്നിയത് എന്താ പറയാ, അഞ്ചാം പാതിര എന്ന സിനിമയ്ക്ക് ശേഷം ഒരു കിടിലൻ ട്വിസ്റ്റ്. അല്ല, ഭയങ്കര ട്വിസ്റ്റ് ആയിട്ട് എന്നറിയോ. ഇതിനകത്ത് ആക്ച്വലി ഞാൻ ആലോചിച്ചത്, ഞാൻ വിചാരിച്ചത് ബേസിൽ ജോസഫിന്റെ മൂവി ആയിരിക്കും, പക്ഷെ ഇത് നസ്രിയാണ്. നസ്രിയയുടെ ഒരു ഭയങ്കര ഒരു തിരിച്ചുവരവ്. നസ്രിയ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നസ്രിയ ഒരു ഭയങ്കര പക്വതയായിട്ടുള്ള ഒരു നല്ല മെച്ചോർഡുള്ള ക്യാരക്ടർ. കാരണം നമ്മൾ ഇതിനകത്ത് കുറെ വേഷങ്ങളുണ്ട്, കുറെ ആളുകളുണ്ട്. അതിനകത്ത് മാനുവൽ എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മുടെ ബേസിൽ എടുക്കുന്നത്. പക്ഷെ ബേസിലെ കഥാപാത്രം എടുക്കുമ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ നിഗൂഢമായി പോയെങ്കിലും നമുക്കത് പറയാൻ പറ്റില്ല. ആ ട്വിസ്റ്റ് അവസാന നിമിഷം വരെ നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് ഹാഫ് വേണ്ടി ഞാൻ ആവാസിക്കോട് പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് ഹാഫിന് എന്തെങ്കിലും പറയാം, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ഈ കിഷ്കിന്റെ കാണണം കണ്ടില്ലേ, അതെ അതെ, ആ ഒരു കൺസെപ്റ്റ്. അല്ല, ഇത് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് എം സി ജിതിന്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജിതിനുണ്ട്, അതുപോലെ അതുൽ രാമചന്ദ്രൻ, പിന്നെ ലിബിൻ ആൻഡ് അതിനകത്തെ മ്യൂസിക്കാണ്, അതിനകത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഏറ്റവും മനോഹരമായി. ഫസ്റ്റ് ഹാഫ് നല്ല സ്ലോ ആയിരുന്നു. അല്ല, ഫസ്റ്റ് ഹാഫ് ഇച്ചിരി എന്താ അറിയോ, ഫസ്റ്റ് ഹാഫ് വളരെ നമുക്ക് ഇച്ചിരി ലാഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ചെറിയ ലാഗ്. പക്ഷെ ലാഗിനേക്കാളും ഉപരി ഇതിനെ നമ്മളെ എങ്ങോട്ടോ കൊണ്ടുപോയി. ഞാൻ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നമ്മൾ എങ്ങോട്ട് പോകും. പക്ഷെ നമുക്ക് ഇത് എന്താ കഥ, അപ്പൊ ആദ്യം വിചാരിച്ചത് ഓക്കെ എന്തിനകത്ത് അടിയുടെ മോഷണമാണോ, അതാണോ, ഇതാണ്, ഇതൊന്നുമല്ല. ഇത് പക്ക ഒരു ക്രൈം സാധനം. എനിക്ക് തോന്നുന്നു മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും അധികം ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഒരു സിനിമ കൊണ്ടുപോയിട്ടില്ല, ഈ അടുത്തെങ്ങും വന്നിട്ടില്ല. ഗംഭീര മേക്കിംഗ്. അതോടൊപ്പം തന്നെ ബേസിനെ നമ്മൾ കാണാത്ത, ബേസിനെ നമ്മൾ സാധാരണ നമ്മള് കോമഡിയിലൊക്കെയാണ് കാണുന്നത്, ബേസിലൊക്കെ വേറെ ലെവലാണ്. ബേസിലെ ഈ എക്സ്പ്രഷൻസ് ഒക്കെ പെട്ടെന്ന് മാറി അതായത് വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ലോക്ക് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ, നമ്മൾ തെറി പറയും അല്ല തെറി പറയുന്നില്ല, ഈ ഒരു കൺഫ്യൂഷൻ വരുത്തിക്കാനായിട്ട്. നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ സിനിമയില് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തിനാണ് സിദ്ധാർത്ഥ് ഭരതൻ എന്ന് തോന്നി. പിന്നെ നമ്മുടെ കോട്ടയം രമേശ് അല്ലേ, കോട്ടയം രമേശ് ഇല്ലാതെ സിനിമയില്ല, അല്ലാതെ ഉപ്പുമുളകിലെ അതിനകത്ത് അമ്മയുണ്ട്. ഈ സിനിമയുടെ ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒന്നും. കാരണം നമ്മൾ തിയേറ്ററിൽ പോയി മസ്റ്റ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിഡിലൻ സസ്പെൻസ് ത്രില്ലർ സിനിമ. കൊടുക്കാം, ഒന്നും കൊടുക്കണ്ട. ഞാൻ പറയട്ടെ, ഞാൻ ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് എന്റെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷം. ഞാൻ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് പല സംഭവങ്ങൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞാൻ വിനുവിനോട് ചോദിച്ചല്ലേ, ഇത് എങ്ങോട്ടാ ഇത് കൊണ്ടുപോകുന്നത്, എന്താണ് ഈ സംഭവം, ഒരു രക്ഷയില്ല കേട്ടോ. ഗംഭീര മേക്കിംഗ്. എന്തായാലും ഫസ്റ്റ് ഡയറക്ഷൻ ആണെന്നൊന്നും പറയത്തില്ല, ഫസ്റ്റ് ഡയറക്ഷൻ ആണോ സംശയം, എനിക്ക് സംശയം തോന്നുന്നു. പുള്ളി എന്തായാലും ഡയറക്ഷൻ ആണെങ്കിൽ ബ്രോ പൊളിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വൈസ് അടിപൊളിയാണ്. ഒരു മൈക്രോബയോളജി സ്റ്റുഡന്റ് ആയിരുന്നു നസ്രിയ. സോ നസ്രിയയുടെ സൂക്ഷ്മദർശനം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം പോലും ഭയങ്കരമായിട്ട്, അതായത് പിന്നെ ഒരു എന്താ പറയാ, കുറെ വീടുകൾ അടുത്ത് കിടക്കുന്ന ഇതിനകത്ത് നസ്രിയ പല കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ചെറിയൊരു പിൻ പോകുന്ന കേസ്, അല്ലെങ്കിൽ ചെരിപ്പിടുന്ന കേസ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും, നമുക്ക് കണക്റ്റഡ് ആവും. ആൻഡ് ഈ നമ്മുടെ ബേസിലില്ലേ ഒരു ഡ്രസ്സ് ഇടുന്നുണ്ട്, ആ ഡ്രസ്സ് ചുളുങ്ങിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ അത് നമ്മൾ കണക്റ്റഡ് ആവും. ആ സിനിമ ആ സ്ക്രിപ്റ്റിന്റെ ഗുണമാണ്, ഒരു സംശയമില്ലാത്ത. അതാണ് നമുക്ക് ആ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണ് ഇതെന്നൊക്കെ തോന്നും. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കാണ് നസ്രിയയുടെ ഈ സൂക്ഷ്മദർശനമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സമയം കൊണ്ട് അത് പറഞ്ഞു തീർത്തു. കിട്ടില്ല സ്ക്രിപ്റ്റ്, ഒരു രക്ഷയില്ല, ഗംഭീര സിനിമ തന്നെയാണ്, മസ്റ്റ് വാച്ച് ആണ്. ഒരു സംശയമില്ല. കാരണം നസ്രിയ തിരിച്ചു വന്ന ഒരു വലിയൊരു ഇമ്പാക്ട് തന്നെ. ഞാൻ ആദ്യം വിചാരിച്ചെന്നറിയോ, ഇച്ചിരി വണ്ണൊക്കെ വെച്ചിട്ടുണ്ട് നസ്രിയ. അപ്പൊ ഇത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും നാളില്ലാത്ത ആളല്ലേ, ഇനിയിപ്പോ വരാൻ പറ്റുമോ? പക്ഷെ നസ്രിയ ആ കംബാക്ക് സൂപ്പർ ആയിരുന്നു, ആൻഡ് യു പ്രൂവ്ഡ് വെൽ, നോ ഡൗട്ട്. അത് നസ്രിയയുടെ ശരിക്കും പറഞ്ഞാൽ ഞാനിത് കോമഡി സിനിമ എന്ന് പറഞ്ഞാ വന്നത്. ഞാൻ അല്ല, ഇതിനകത്ത് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, കാരണം എന്ത് ട്വിസ്റ്റ് ഉണ്ട്. ഇവൻ പൂച്ചയെ പിടിക്കുന്ന സീനൊക്കെ വല്ല കാണുന്നുള്ളൂ. പക്ഷെ ഇതിന് ഈ ആദ്യം തൊട്ട് അവസാനം വരെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിൽ ഇതിനകത്തൊക്കെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് സിനിമ കൊണ്ടുപോയത്. സിനിമ മസ്റ്റ് വാച്ച്. എനിക്ക് തോന്നുന്നു, എനിക്ക് മലയാള സിനിമയില് ഇത്രയധികം ഞാൻ ഒന്നുകൂടെ അതിശയോക്തി പറയല്ല, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം എനിക്ക് ഫസ്റ്റ് ഹാഫ് എനിക്ക് ലാഗ് ആയിരുന്നു. ഞാൻ വിനോട് പറഞ്ഞു എന്തോ കൊണ്ടുപോകുന്നത്, പക്ഷെ ഇതാണ് വേണ്ട സിനിമ. നമുക്ക് അതിശയോക്തി ഒന്നുമില്ല, കാരണം നസ്രിയ ഒറ്റയ്ക്ക് സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് അയാൾ കേപ്പബിൾ ആണ് ആ മൂവി കൊണ്ടുപോകാൻ. ആ നസ്രിയ മൂവുള്ള സിനിമ എടുത്താലും ഒറ്റയ്ക്ക് സിനിമ കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള ലേഡിയാണ് നസ്രിയ എന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് തലങ്ങളിലേക്ക് നമ്മളെ സിനിമ കൊണ്ടുപോയി. ആൻഡ് വേറെ ഓരോ ലെവലും ഓരോ ഞങ്ങൾ പ്രതീക്ഷിച്ചത് പല സംഭവങ്ങളാണ്, പക്ഷെ അതൊന്നും അല്ല. നമ്മൾ ഈ സിനിമ ഓരോ ടെറൈനിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ലെവൽ ഉണ്ടും അങ്ങനല്ല, ഇങ്ങനെ ഉണ്ടും അങ്ങനല്ല, ഇങ്ങനെ ഓരോ ലെവല് കയറ്റി പോയിട്ട്
ഒരു ട്വിസ്റ്റ് വന്നു. അതായത് ഒരാളെ കാണിക്കുന്ന ഒരു സീൻ ഉണ്ട്, ഇങ്ങനെ കൈയടിച്ചു, എന്റെ പോലെ നമ്മള് കൈയടിച്ചു, അയ്യോ ഇതായിരുന്നു സംഭവം. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ആക്ച്വലി ദൃശ്യം എന്ന് പറയാൻ കാരണം ദൃശ്യത്തിന് അവസാനത്തെ ആ ഒരു ഇമ്പാക്ട് ഇല്ലേ, നമുക്ക് ഒരു വാവ് ഫാക്ടർ ഫീൽ ചെയ്യുമല്ലോ, ഇതിനകത്ത് ആ ഒരു വാവ് ഫാക്ടർ ഉണ്ട്. ഇത് വേറെ ലെവല് സിനിമ, രക്ഷയില്ല. കാണണം നിങ്ങൾ സിനിമ, ഉറപ്പായിട്ടും കണ്ട് കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്പൽസറി. ഞാൻ പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞ യോജിക്കുന്നുണ്ടോ ഇല്ല, നമ്മൾ ഇനി പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മള് സിനിമയുടെ കഥ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ. ഓൾറെഡി സുഹൃത്ത് കഥ പറയുന്ന ഒരു ആക്ഷേപം ഓൾറെഡി എനിക്കുണ്ട്. ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ നസ്രിയയുടെ വലിയൊരു കമ്പാക്ക് സിനിമ. നസ്രിയ പൊളിച്ചടിക്ക്, നസ്രിയയുടെ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ. ആൻഡ് അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബേസിൽ. എനിക്കൊന്ന് ബേസിൽ ഒരു ഈഗോ ഇല്ലാത്ത മനുഷ്യനാണ്, ഇതുവരെ ചെയ്യാത്ത ഒരു ഈഗോ ഇല്ലാത്ത മനുഷ്യനാണ് ബേസിൽ. കാരണം ഇങ്ങനത്തെ സീൻസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ബേസിൽ ഇനി ഞങ്ങൾ പറയുന്നില്ല, ഒന്ന് സിനിമ കണ്ട് അഭിപ്രായം പറഞ്ഞോളൂ. എന്താണ്? ഓക്കെ, ബൈ.